തൃശൂർ വലപ്പാട്ട് മണപ്പുറം ഫിനാൻസ് സ്വകാര്യ ഭൂമി കയ്യേറി നിർമ്മിച്ച താൽക്കാലിക മതിൽ നാട്ടുകാർ സംഘടിച്ച് പൊളിച്ചുമാറ്റി. മണപ്പുറം ഫിനാൻസിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിലേക്കുള്ള റോഡിന് വീതി കൂട്ടുന്നതിനാണ് സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിച്ചു നീക്കി ഒരൊറ്റ പകൽ കൊണ്ട് താൽക്കാലിക മതിൽ പണിതത്. റിപ്പോർട്ടർ ഫോളോ അപ്പ്. രണ്ടാഴ്ച മുമ്പാണ് പ്രേംദാസിന്റെ ഭൂമി കയ്യേറി മതിൽ പൊളിച്ചത്. ഈ കാണുന്ന മതിൽ പൊളിച്ചു നീക്കി അവശിഷ്ടമടക്കം കൊണ്ടുപോയി താൽക്കാലിക മതിൽ നിർമ്മിക്കുകയായിരുന്നു. പ്രേംദാസും ഭാര്യയും വീട്ടിലില്ലാത്തപ്പോഴായിരുന്നു കയ്യേറ്റം. മണപ്പുറം ഫിനാൻസിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിലേക്കുള്ള റോഡിന്റെ വീതി കൂട്ടുകയായിരുന്നു ലക്ഷ്യം. 10 അടി ഉണ്ടായിരുന്ന വഴി 2 അടി കയ്യേറി 12 അടിയാക്കുകയായിരുന്നു. വാർത്താ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ പ്രേംദാസിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും സംഘടിച്ച് പ്രേംദാസിന്റെ ഭൂമിയിൽ സ്ഥാപിച്ച താൽക്കാലിക മതിൽ പൊളിച്ചു നീക്കുകയായിരുന്നു. പ്രേംദാസിന്റെ ഭൂമിയുടെ അടിയാധാരത്തിലടക്കം 10 അടി വഴി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മണപ്പുറം ഫിനാൻസ് സ്കൂളിന് വേണ്ടി ഭൂമി വാങ്ങിയപ്പോൾ ആധാരത്തിൽ 10 അടി എന്നത് 12 അടിയാക്കി. പ്രേംദാസിന്റെ സമ്മതത്തോടെ ചെയ്തെന്നായിരുന്നു മണപ്പുറം ഫിനാൻസിന്റെ വിശദീകരണം. എന്നാൽ അങ്ങനെയൊരു സമ്മതം ഉണ്ടായിട്ടേയില്ല എന്നും ഭൂമി കയ്യേറുകയായിരുന്നു എന്നുമാണ് പ്രേംദാസ് പറയുന്നത്. ഭൂമി കയ്യേറി മതിൽ പൊളിച്ചതിനെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തില്ല. സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി മതിൽ പൊളിച്ചു എന്ന പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാത്തത്? കൊച്ചിയിലെ റീഗൽ ഫ്ളാറ്റിന് മുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി റോഡ് നിർമ്മിച്ചതുപോലെ തന്നെയായിരുന്നു തൃശൂർ വലപ്പാട്ടും ചെയ്തത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ. TV പ്രസാദ് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോ. എന്തുകൊണ്ടാണ് FIR ഇല്ലാത്തത്? ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് സുജയ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ കണ്ടതാണ് കൊച്ചി റീഗൽ ഫ്ളാറ്റിന് മുന്നിൽ അവിടുത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച മതിലടക്കം തകർത്തുകൊണ്ട് വഴിയുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അത് റിപ്പോർട്ടർ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തുമാണ് നവംബർ 18-ന്. പിന്നീട് അതിന്റെ തുടർച്ചയിൽ മനസ്സിലായ ഒരു കാര്യം അവരുടെ ആധാരത്തിൽ കൃത്രിമമുണ്ടായി എന്നുള്ളതാണ്. അതായത് സുമിതാ നന്ദൻ മണപ്പുറം ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. സുമിതാ നന്ദന്റെ ആധാരത്തിൽ പടിഞ്ഞാറ് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി എന്നതിന് പകരം GCDAയുടെ റോഡ് എന്നാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ സംഭവമാണ് മണപ്പുറം ഫിനാൻസിന്റെ ആസ്ഥാനം നിലനിൽക്കുന്ന തൃശൂർ വലപ്പാട്ടും നമ്മൾ കണ്ടത്. അവിടെ അവരുടെ ഉടമസ്ഥതയിൽ മണപ്പുറം ഫിനാൻസിന്റെ ഉടമസ്ഥതയിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നു. ആ സ്കൂളിന് മുന്നിലൂടെയാണ് 10 അടി വീതിയുള്ള റോഡ് ഉണ്ടായിരുന്നത്. 10 അടി വീതിയുള്ള റോഡാണ് എന്ന് അടിയാധാരത്തിൽ ഉൾപ്പെടെ എല്ലാറ്റിലും ഉണ്ട് താനും. പിന്നെയാണ് പെട്ടെന്നൊരു ദിവസം ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ പ്രേംദാസും ഭാര്യയും വീട്ടിലില്ലാത്ത സമയം ഒരു ദിവസം JCBയും ലോറിയും ഒക്കെയായി വന്ന് അവിടെ ഉണ്ടായിരുന്ന മതിൽ പൊളിച്ചു നീക്കുകയും അതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കോരിക്കൊണ്ടുപോവുകയും അവിടെ താൽക്കാലിക മതിൽ ഭൂമിയിലേക്ക് കയ്യേറി സ്ഥാപിക്കുകയുമായിരുന്നു. അതിൽ പിന്നീട് പോലീസിൽ പരാതി കൊടുത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ മാത്രമാണ് മൊഴിയെടുക്കുന്നതിന് വേണ്ടി പ്രേംദാസിനെ വിളിപ്പിക്കുകയും ചെയ്ത് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അങ്ങനെ സ്ഥാപിച്ച താൽക്കാലിക മതിലാണ് ഒടുവിൽ പ്രേംദാസിന്റെ അവിടെയുള്ള സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് എടുത്തു നീക്കുന്ന ഒരു സ്ഥിതിയുണ്ടായത്. ഭൂമി കയ്യേറ്റം നടന്നെങ്കിലും അവിടെ പരാതി കൊടുത്തിട്ടും കേസില്ലാത്തതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായി അവശേഷിക്കുന്നത്. നിയമ പോരാട്ടം തുടരും എന്നാണ് പ്രേംദാസ് അറിയിക്കുകയും ചെയ്യുന്നത്.